ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞിടയ്ക്ക് തിരുവല്ല പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് കുറ്റൂർ അവിടെ ഒരു കുഞ്ഞൊരു കടയ്ക്ക് നിങ്ങൾ കാണുന്നുണ്ടോ, വീഡിയോയിൽ കാണുന്നുണ്ടോ? ഒരു പ്ലേറ്റിൽ ഒരു 3 ഇഡ്ഡലി, നല്ല പഞ്ഞി പോണ്ടിരിക്കുന്ന ഇഡ്ഡലി. സാമ്പാറെന്ന് വെച്ചാൽ അതിന് ഇഡ്ഡലിയുടെ മുകളിൽ ഒഴിക്കുകയാണെങ്കിൽ നെയ്യ് പതുക്കെ തെന്നി ഇറങ്ങി വരുന്നതുകൊണ്ടാണ് സാമ്പാർ വരുന്നത്. നമ്മളിവിടെ ചില കടകളിലൊക്കെ സാമ്പാർ ഒഴിക്കണം, ഒറ്റ ഒഴിക്കുക തന്നെ പ്ലേറ്റ് കഴിഞ്ഞ് താഴെ പോയി. അതാണ് സാമ്പാർ. ഇത് കണ്ടോ, സാമ്പാർ കണ്ടോ, വീഡിയോ കാണുമ്പോൾ തന്നെ കാണാം. പിന്നെ ഒരു തേങ്ങയുടെ ഒരു ചട്നി, മുളക് ചമ്മന്തി, ഇതെല്ലാം നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ കാണുന്നതൊക്കെ അപാര ടേസ്റ്റാണ്. ഇതങ്ങോട്ട് പതുക്കെ അങ്ങോട്ട് ഒരു കുറച്ച് ഇഡലി എടുത്ത് സാമ്പാറിനകത്തോട്ട് പൊടിച്ചങ്ങോട്ട് ഒന്നുകിൽ അങ്ങനെ അടിക്കുക, അല്ലെങ്കിൽ ഇതങ്ങോട്ട് പുരട്ടിയിട്ട് ആ ചമ്മന്തിക്കകത്തോട്ട് മുക്കിയിട്ടുകൊണ്ട് കഴിക്കണം. എന്നിട്ട് ചൂട് ചായ കൊണ്ട് കുടിക്കണം. ഓ എൻ്റെ പൊന്നോ, എന്നാ ടേസ്റ്റ് എന്നറിയാമോ. ഇതിൻ്റെ എല്ലാം കൂടെ എനിക്കൊരു ചായയോ കാപ്പിയോ, ചായയാണ് മിക്കവാറും, ചായ ഒരു കോമ്പിനേഷനാണ്. നമ്മൾ കഴിച്ച് കഴിഞ്ഞ് ആ ടേസ്റ്റ് അങ്ങോട്ട് തീർന്നതിന് മുമ്പ് ചായ കുടിക്കണം. അതിൻ്റെ ഒരു തലം വേറെയാണ്. എല്ലാത്തിൻ്റെ കൂടെ, ആ ചോറിൻ്റെ കൂടെ, അല്ലെങ്കിൽ കപ്പ മീനും കപ്പ ഇറച്ചി ഇതൊക്കെ കഴിക്കുമ്പോൾ ഇച്ചിരി കാപ്പിയോ ചായ ഉണ്ടെങ്കിട്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവലാണ്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കട ഓപ്പണാണ്. ഫ്രണ്ടിൽ കൂടെ വണ്ടികളൊക്കെ ധാരാളം പോകുന്നപ്പോൾ പൊടിപടലങ്ങൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ ചോയ്സാണ്. എനിക്ക് പക്ഷേ നല്ല ആംബിയൻസ് ആയിട്ടാണ് തോന്നുന്നത്, കാരണം വണ്ടിയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്ന് കഴിക്കാം. പിന്നെ ചായ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ നല്ല കിട്ടിലൊരു ചായ ഉണ്ടെന്ന്. സാധാരണ ഞാൻ ചിലപ്പം അതിലൊരു മീഡിയം അല്ല സ്ട്രോങ്, ഈ രാവിലത്തെ വിശപ്പിൻ്റെ കൂടുതലുണ്ട് ഒരു ചായ എന്നേ പറഞ്ഞുള്ളൂ. പക്ഷെ മനസ്സറിഞ്ഞ ആ ചേട്ടൻ ഒരു ചായ കൊണ്ട് തന്നു, അന്യായ ഒരു ചായ. ഇതങ്ങോട്ട് കഴിച്ചിട്ട് ഒരു ചായയുടെ കുടിക്കുമ്പോൾ കിട്ടില്ലേ. പിന്നെ നമുക്ക് വലിയ ഹൈജീനിക്ക് ഒന്നുമില്ല കട ഞാൻ പറഞ്ഞില്ല ഓപ്പണാണ്. പിന്നെ ഫുഡ് അവർ അവിടെ ഉണ്ടാക്കുന്നതല്ല, വീട്ടിൽ നിന്ന് ഉണ്ടാക്കേണ്ടി വരുന്നതാണ്. പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കടകൾ കഴിക്കുന്നൊരു പ്രധാനപ്പെട്ട കാരണം, ഇവിടെ ഒന്നാമത്തെ കാര്യം, ഇവിടെ വലിയ തിരക്ക് കാണത്തില്ല. നമ്മളിങ്ങനെ ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നിരിക്കണ്ട. പിന്നെ ഉള്ള ഭക്ഷണം അവർ വൃത്തിയായിട്ട് തരും. കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് കസ്റ്റമറെ കയറത്തുള്ളൂ. അപ്പം നല്ല ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഒരാശയം ഉടായ്പ് കാണിച്ച് എന്തെങ്കിലും ഒരു ഉടായ്പ് കാണിച്ചൊരു പന്നക്കറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഡലി മുളക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച് ഒരു വശം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ വഴിക്ക് വരത്തില്ല. അതുകൊണ്ട് കൊച്ചു കടക്കാരൊക്കെ, കാരണം കുറച്ച് കസ്റ്റമറല്ലേ അവർക്ക് കിട്ടുന്നുള്ളൂ, അപ്പോൾ ഉള്ള ആഹാരം അവർ വൃത്തിയായിട്ട് കൊടുക്കും. ഞാൻ കഴിച്ചിട്ടുണ്ടോ, പ്ലേറ്റൊക്കെ നല്ല ക്ലീനാണ്, അത്രയ്ക്ക് മനോഹരമായ ടേസ്റ്റാണ്. അപ്പോൾ ഉള്ള ആഹാരം അവർ വൃത്തിയായിട്ടും കൊടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ കസ്റ്റമറെ അവർ കളയാതെ കഴിക്കാനും ശ്രമിക്കും. കാരണം നല്ല ഭക്ഷണം കൊടുത്താലേ ആൾക്കാർ വരത്തുള്ളൂ. കട ഇപ്പോൾ കണ്ടല്ലോ, വലിയ ഹൈജീനിക്ക് പറഞ്ഞ് പ്രതീക്ഷിച്ച് നമുക്ക് ഇവിടുന്ന് കഴിക്കാൻ പറ്റത്തില്ല. ഒരു സാധാരണ കുഞ്ഞു കട. ചില ആൾക്കാർക്ക് ഈ ആംബിയൻസ് ഇഷ്ടപ്പെടും, അതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പോൾ താല്പര്യമുള്ളവർ അവിടെ ചെന്ന് കഴിക്കുക. രാവിലത്തെ ഫുഡ് മാത്രമേ എനിക്കറിയത്തുള്ളൂ, വൈകിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇതോടൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കടകൾ വലിയ ലാഭം അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവർക്ക് ഫുഡിനായിരിക്കും അവർ പ്രാധാന്യം, നല്ല ആഹാരം കൊടുക്കുക. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.